ബഹുമാനപ്പെട്ട ധനമന്ത്രി ശ്രീ ബാലഗോപാൽ 2024-25 ബജറ്റ് ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹം ആ ബജറ്റിൻ്റെ സ്പീച്ചിനകത്ത് ഒരു പ്ലാൻ ബിയെ പറ്റി സംസാരിക്കുകയുണ്ടായി. ഇപ്പം ഈ അടുത്ത ദിവസം അസംബ്ലിയിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രസ്താവന, അതായത് ഒരു പക്ഷേ ചില മുൻഗണനകളൊക്കെ വെട്ടിത്തിരുത്തുകയും, അതായത് മുൻഗണനകളിൽ പ്ലാൻ ഫണ്ട് വെട്ടിക്കുറയ്ക്കുകയും മുൻഗണനകൾ അനുസരിച്ച് ചില മേഖലകളിലേക്ക് കൂടുതൽ ഫണ്ട് വിന്യസിക്കുകയും ചെയ്യേണ്ടി വരും എന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കും, അതായത് പദ്ധതിയിൽപ്പെട്ട പല പദ്ധതികളും കൂടുതൽ മുൻഗണന ആവശ്യപ്പെടുന്നതും ചിലതൊക്കെ കുറഞ്ഞ മുൻഗണന ആവശ്യപ്പെടുന്നതുമാണ്. അപ്പോൾ അങ്ങനെ കുറഞ്ഞ മുൻഗണനയുള്ള പദ്ധതികളുടെ വിഹിതം വെട്ടിക്കുറച്ചുകൊണ്ട് മുൻഗണന കൂടുതൽ ആവശ്യമുള്ള പദ്ധതികളിലേക്ക് പണം വിന്യസിക്കും എന്നാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ ആകുമ്പോൾ നമ്മളെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ വർഷം ഡിസംബർ വരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതം ചെലവിട്ടത് 33% മാത്രമായിരുന്നു. കാരണം നമുക്കറിയാം, കഴിഞ്ഞ വർഷം മുഴുവനും കടുത്ത ധനപ്രതിസന്ധിയിലായിരുന്നു. അങ്ങനെ വായ്പാ പരിധികളൊക്കെ വന്നു. എന്നിട്ട് പോലും നമ്മുടെ സഞ്ചിത കടം ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 36% വരെ എത്തുന്ന അവസ്ഥയുണ്ടായി. അതിന് ഉപരിയായിരുന്നു കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും ഒക്കെ കടമെടുത്തത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഏറ്റവും കടം വർദ്ധിച്ച സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിൽ 2ാം സ്ഥാനത്ത് വന്നു കേരളം. റിസർവ് ബാങ്കിന്റെ ഒബ്സർവേഷൻ അനുസരിച്ചും CAGയുടെ ഒബ്സർവേഷൻ അനുസരിച്ചും ഒക്കെ. അങ്ങനെ വന്നപ്പോഴേക്കും കേന്ദ്ര ഗവൺമെന്റ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുക്കുന്ന വായ്പ കൂടി സംസ്ഥാനം സാധാരണ എടുക്കുന്ന വായ്പയുടെ 3%, അതായത് ആഭ്യന്തര മൊത്ത വരുമാനത്തിന്റെ 3% കടമെടുക്കാൻ അനുവാദമുള്ളത്, അതിനകത്ത് ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് ഏതാനും വർഷങ്ങളിലെ ബജറ്റിന്റെ, അതായത് പരിധിക്കകത്തേക്ക് കടം മുറിച്ച് അതുവരെ 2016-17 മുതൽ എടുത്ത കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയുമുള്ള കടം, ആ കടം തൊരുകൂട്ടി അതിനെ 21, 22, 23, 24, അതായത് ഈ മന്ത്രിസഭയുടെ കാലത്തുള്ള വർഷങ്ങളിലേക്ക് സ്പ്രെഡ് ഔട്ട് ചെയ്ത് ചേർക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേനും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ 3% കടം ഇപ്പോൾ എടുക്കാൻ പറ്റാത്ത അവസ്ഥ വന്നു കഴിഞ്ഞ ധനവർഷത്തില്. അതും കൂടുതൽ സംഘർഷത്തിലാക്കി. അങ്ങനെ അവസാനം നമുക്കറിയാം, സുപ്രീം കോടതിയിൽ വരെ കേസുമായി ഗവൺമെന്റ് പോയി. അവസാനം 13,500 കോടി രൂപ കടമെടുത്തോളാനുള്ള അനുവാദം സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തോടു കൂടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തരുന്നു. മാർച്ച് മാസത്തിലാണ് ആ അനുവാദം കിട്ടുന്നത്. അങ്ങനെ മാർച്ച് മാസത്തിൽ അനുവാദം കിട്ടിയിട്ട് പോലും ഇലക്ട്രിസിറ്റിയിലേക്കായിട്ട് നിർദ്ദേശിച്ചിരുന്ന 4,866 കോടി കടമെടുക്കാൻ പറ്റിയില്ല. കാരണം അത് കേരളത്തിന്റെ തന്നെ ഇലക്ട്രിസിറ്റി മേഖലയിലുള്ള ചില പ്രശ്നങ്ങൾ മൂലമാണ്. യൂണിയനുകളുമായി ചേർന്നുള്ള പ്രശ്നം, സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കുന്നതുമായി ചേർന്നുള്ള പ്രശ്നങ്ങൾ, അത്തരം പ്രശ്നങ്ങളൊന്നും പരിഹരിക്കാതെ ഇലക്ട്രിസിറ്റി രംഗത്തെ പരിഷ്കരണത്തിനായി അനുവദിച്ചിരുന്ന 0.5% GSDPയുടെ 0.5% പിന്നെ അതാണ് ഈ 4,866 കോടി എന്ന് പറഞ്ഞ് ആ കടം. എന്നിട്ടും അവസാനം എടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ 13,500 കോടി എന്ന് പറഞ്ഞതിൽ നിന്ന് തന്നെ ഈ 4,866 കോടി കുറച്ചു മാത്രമാണ് കഴിഞ്ഞ ധനവർഷത്തിന്റെ അവസാന 3 മാസങ്ങളിലായി കടമെടുക്കാൻ പറ്റിയത്. അങ്ങനെയൊക്കെ ആ പ്രതിസന്ധി പുതിയ ധനവർഷത്തോടുകൂടി മാറുമെന്ന് വിചാരിച്ചു. പക്ഷെ പുതിയ ധനവർഷത്തിലും നമ്മുടെ വായ്പ ഘട്ടം ഘട്ടമായി ഓരോ ഘട്ടത്തിലും എത്ര വായ്പ എടുക്കാം എന്ന പരിധി വരുന്നു. അങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഈ ധനപ്രതിസന്ധി ഇപ്പോഴും വളരെ രൂക്ഷമായി തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ബജറ്റിൽ പറഞ്ഞിരുന്ന ആ പ്ലാൻ ബിയുടെ ആപ്ലിക്കേഷൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇപ്പോൾ ഈ വർഷം നടത്തേണ്ടി വരുമെന്ന രീതിയിൽ സംസാരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ പ്ലാൻ ബി? അത് തന്നെ ആയിരിക്കണം ഈ പറഞ്ഞ പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കുക. അതായത് അത്ര അത്യന്താപേക്ഷിതമല്ലാത്ത പദ്ധതികൾക്ക് കൊടുത്തിരിക്കുന്ന വിഹിതം വെട്ടിക്കുറച്ച് അത്യന്താപേക്ഷിതമായ പദ്ധതികളിലേക്ക്, അത്യന്താപേക്ഷിതമായ പദ്ധതികൾ എന്നല്ല പറയേണ്ടത്, മുൻഗണനകളിലേക്ക് മാറ്റുക. എന്തൊക്കെയാണ് ഈ മുൻഗണനകളായിട്ട് ഇപ്പോൾ ഗവൺമെന്റ് കണ്ടുപിടിച്ചിരിക്കുന്നത് തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ. അത് 5 ഗഡു കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അതിന്റെ 2 ഗഡു ഈ വർഷം കൊടുത്തു തീർക്കുക. അതിന് തന്നെ 4,500 കോടി വേണ്ടി വരും.
പിന്നെ അത് കഴിഞ്ഞാൽ അത് കൂടാതെ തന്നെ 3 ഗഡു അടുത്ത വർഷത്തേക്ക് മാറ്റി. അപ്പോൾ ഈ 2 ഗഡു ഈ പ്രാവശ്യം കൊടുക്കണം. തീർന്നില്ല. കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന്റെ 2 ഗഡു കുടിശ്ശിക ഇനിയും കൊടുക്കാൻ കിടക്കുകയാണ്. ആ കുടിശ്ശിക ഇപ്പോൾ ഈ വർഷം കഴിയുമെങ്കിൽ 2 കൊടുക്കുക, ഇല്ലെങ്കിൽ 1 കൊടുക്കുക. സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് സെക്ടറിനും പെൻഷൻകാർക്കും എല്ലാം DA കുടിശ്ശിക കിടക്കുകയാണ്. അപ്പൊ അതും ഭാഗികമായിട്ടെങ്കിലും കൊടുത്തു തീർക്കുക. ഇതൊക്കെയാണ് മുൻഗണന ഇതായിട്ട് വരുന്നത്. അങ്ങനെ ഇരിക്കെയാണ് ഈ ഒരു വലിയ നമ്മൾ വളരെ വിഹുലതയോടെ നമ്മുടെ ഫിസ്ക്കൽ സിറ്റുവേഷൻ, നമ്മുടെ ധനപ്രതിസന്ധി, നമ്മുടെ സംസ്ഥാനത്തിന്റെ വളർച്ച, അതിനെപ്പറ്റി ചിന്തിക്കേണ്ടത്. ഒരു വശത്ത് ഇതിനെ ഒരു നോളജ് ഹബ്ബാക്കും, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഹബ്ബാക്കും, ആഗോള തലത്തിൽ ഇങ്ങോട്ട് യൂണിവേഴ്സിറ്റികളെ ക്ഷണിക്കും, പിന്നെ അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് വരും എന്നൊക്കെ പറയുമ്പോഴാണ് ഇവിടെ ഇതുപോലെ എല്ലാ മേഖലകളും, സമസ്ത മേഖലകളും മരവിച്ചതുപോലുള്ള ഒരു അവസ്ഥയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഇപ്പോൾ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്താൽ തന്നെ അതിനേക്കാളും വളരെ പ്രാധാന്യത്തോടെ മെഡിക്കൽ രംഗം, ആരോഗ്യരംഗം, പകർച്ചവ്യാധികളുടെ അരങ്ങാണ് ഇപ്പോൾ കേരളത്തിൽ. അങ്ങനെ പക്ഷേ ഒരൊറ്റ മെഡിക്കൽ കോളേജുകളിലോ ശസ്ത്രക്രിയ ഉപകരണങ്ങളോ മരുന്നോ ഇല്ല. കേരള മെഡിക്കൽ ഡെവലപ്മെന്റ് കോർപ്പറേഷന് മരുന്ന് കൊടുക്കാൻ കമ്പനികൾ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? കാരണം ഇതിനു മുൻപ് കഴിഞ്ഞ വർഷങ്ങളിൽ കൊടുത്ത മരുന്നുകളുടെയും ഉപകരണങ്ങളുടെയും ഒക്കെ വില കുടിശ്ശികയായിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് കമ്പനികളാലും അത് കൊടുക്കാൻ തയ്യാറാകുന്നില്ല. സാധാരണ പാവപ്പെട്ട ആൾക്കാരെ രോഗം ബാധിച്ചാൽ വരുന്നത് ജനറൽ ആശുപത്രികളിലോ താലൂക്ക് ആശുപത്രികളിലോ മെഡിക്കൽ കോളേജിന്റെ അങ്ങനെയുള്ള ആശുപത്രികളിലൊക്കെയാണ്, മെഡിക്കൽ കോളേജുകളിലുമൊക്കെയാണ്. പക്ഷെ അവിടെ ഒക്കെ മരുന്നില്ല, ശസ്ത്രക്രിയ നടക്കുന്നില്ല. അതുപോലെ കാരുണ്യ ബെനവളൻ സ്കീം, കാരുണ്യ ആരോഗ്യ പദ്ധതിയാക്കി മാറ്റിയല്ലോ ഈ ഗവൺമെന്റ്. ആ സ്കീം, അതായത് ഈ വർഷം അത് ലോട്ടറി അനുസരിച്ച് കാരുണ്യ ലോട്ടറി നടത്തി തന്നെ സമ്പാദിക്കുന്ന പണം 5 തരം രോഗങ്ങൾക്ക്, കിഡ്നി, അതുപോലെ ലിവർ, ഹാർട്ട് തുടങ്ങിയ രോഗങ്ങൾക്കുള്ളതാണ്. അത്തരമുള്ള 5 തരം രോഗങ്ങൾ പാവങ്ങൾ ആശ്രയിക്കുന്നത് ഈ കാരുണ്യ ആരോഗ്യ പദ്ധതിയുടെ കീഴിലാണ്. 2012 ധനമന്ത്രിയായിരുന്ന KM മാണിയാണ് അത് കൊണ്ടുവന്നത്. അപ്പൊ UDF ഗവൺമെന്റ് കൊണ്ടുവന്ന ആ പദ്ധതി പോലും ഇപ്പോൾ നിലച്ചു പോകുന്ന അവസ്ഥയിലാണ്. എന്ന് പറയുമ്പോൾ കാരുണ്യ ലോട്ടറി ഇല്ല എന്ന് വിചാരിക്കേണ്ട, ഇപ്പോഴും ലോട്ടറി വിൽക്കുന്നുണ്ട്. 12,686.99 കോടിയാണ് ലോട്ടറി വിൽപ്പനയിൽ നിന്ന്. അത് കാരുണ്യ ലോട്ടറിയുടെ മാത്രം എത്രയെന്ന് കണക്ക് തിരിച്ച് എഴുതിയിട്ടില്ല. പക്ഷെ ബജറ്റ് ഇൻ ബ്രീഫില് ആകെ ലോട്ടറിയിൽ നിന്ന് കിട്ടിയ വരുമാനം, ഇക്കഴിഞ്ഞ ധനവർഷത്തെ വരുമാനം 12,686.99 കോടിയാണെന്ന് പറഞ്ഞു. 2000 കോടിയിൽ താഴെയാണ് അവർക്ക് കൊടുക്കേണ്ട കുടിശ്ശിക. അത് കൊടുത്തിട്ടില്ല എന്ന് വെച്ചാൽ അതും വകമാറ്റി ചെലവഴിച്ചു എന്നർത്ഥം. ശ്രീ ബാലഗോപാൽ പറയുന്നത് വലിയ വർധനവാണ് നികുതി വരുമാനത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഞാൻ ബജറ്റ് ഇൻ ബ്രീഫ് നോക്കി, അദ്ദേഹം പറഞ്ഞ അത്ര വലിയ വർധനവൊന്നും വന്നിട്ടില്ല. കഴിഞ്ഞ വർഷത്തെ നികുതി വരുമാനവും റീ എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള നികുതി വരുമാനവും 2022, 23, 24 റീ എസ്റ്റിമേറ്റ് അനുസരിച്ചുള്ള നികുതി വരുമാനത്തിൽ 7% വർധനം ഉണ്ടായിട്ടുണ്ട്. ആ 7% വർധനമാണെങ്കിലും അതെവിടെ പോയി? അതെങ്ങനെ ചെലവഴിച്ചു കളഞ്ഞു? അപ്പൊ ഈ വകമാറ്റല് ഇത്ര ക്രൂരമായ രീതിയിൽ എന്തിനാണ് വകമാറ്റുന്നത്? എന്നിട്ടിപ്പോഴും പറയുക ഇന്നിതാ മനുഷ്യ വികസന സൂചിക നീതി ആയോഗ് തയ്യാറാക്കിയത് വന്നിട്ടുണ്ട്. ഇപ്പോ കേരളം തന്നെയാണ് 1ാം സ്ഥാനത്ത് നിൽക്കുന്നത്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ സ്വകാര്യ മേഖലയിലെ മെഡിക്കൽ ഫെസിലിറ്റീസും ഒക്കെ കൊണ്ടാണ്, അല്ലാണ്ട് ഗവൺമെന്റ് മേഖലയിലെ മെഡിക്കൽ സൗകര്യങ്ങൾ കൊണ്ടല്ല അങ്ങനെ ആ സൂചികയിൽ നമ്മൾ ഇപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. മെഡിക്കൽ രംഗം അങ്ങനെ നിൽക്കുകയാണ്. കാർഷിക രംഗം ആകെ താറുമാറായി കിടക്കുന്നു. അതുപോലെ തന്നെയാണ് സപ്ലൈകോയുടെ കാര്യം. നമുക്കറിയാം, 13 ഉൽപ്പന്നങ്ങൾ എന്ന് പറഞ്ഞെടുത്ത് ഉൽപ്പന്നങ്ങൾ 2ഓ 3ഓ അതുപോലും കിട്ടാനുണ്ടോ എന്ന് സംശയം. അതിന്റെ തന്നെ വില പല മടങ്ങ് വർദ്ധിച്ചു. അത്ര വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴാണ് പദ്ധതി വിഹിതം അവിടെ വെട്ടിക്കുറച്ചിട്ട് ഇതിനായിട്ട് എടുക്കുമെന്ന്. അപ്പോഴാണ് നമ്മൾ പദ്ധതി വിഹിതത്തെ പറ്റി ഓർക്കുന്നത്. കഴിഞ്ഞ വർഷം 33% ക്രിസ്മസ് വരെ. അത് കഴിഞ്ഞ് ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കഴിഞ്ഞപ്പോഴത്തേനും, മാർച്ച് ആയപ്പോഴത്തേനും 80% ഒക്കെ ആയിട്ട് ഉയർന്നു എന്നാണ് കാണിക്കുന്നത്. അത് വലിയ അത്ഭുതമാണ്. കാരണം ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിൽ കടം കിട്ടാതെ ഒരടി മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയിൽ ഞെരുങ്ങിയപ്പോഴാണ് ഗവൺമെന്റ് കേന്ദ്രത്തിൽ പോയത്. കേന്ദ്രത്തിൽ പോയിട്ട് രക്ഷയില്ലെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയി. അങ്ങനെയാണ് 13,500 കോടിയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്ഥാനം എങ്ങനെയാണ് ഈ 33% പ്ലാൻ ഫണ്ട് യൂട്ടിലൈസേഷനിൽ നിന്ന് 80% വരെയൊക്കെ ആക്കിയത്? അപ്പൊ ഇതൊക്കെ കൺകെട്ട് വിദ്യയാണ്, അതല്ലാതെ യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ല. എന്തായാലും അത്ര മോശമായ പദ്ധതി വിഹിത ചെലവഴിക്കലില്ല ഇനിയും വെട്ടിക്കുറയ്ക്കൽ വരുത്തുമെന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കണം,
ഈ IGST പറ്റി ഈ അടുത്ത ദിവസമൊന്നുമല്ല 2022 തന്നെ LDFന്റെ തന്നെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി പുറത്തുവിട്ട 2021 റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. അപ്പോൾ കേരളം ഒരു ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റ്, ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ്. വളരെയധികം IGST നമുക്ക് വിഹിതമായി കിട്ടുമെന്ന് പ്രത്യാശിച്ചിരുന്നു. പക്ഷേ സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ട്, GST വകുപ്പിന്റെ പിടിപ്പുകേട് കൊണ്ട് IGST കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യാനോ അതിലെ കള്ളക്കളികൾ കണ്ടെത്താനോ അതിന് തടസ്സം നിൽക്കാനോ സൃഷ്ടിക്കാനോ കഴിയാത്തത് കൊണ്ട് 2022 വരെയുള്ള കാലഘട്ടങ്ങളിൽ തന്നെ 25,000 കോടിയുടെ IGST നഷ്ടം വന്നു എന്നാണ് പറയുന്നത്. നമുക്കറിയാം ഫാസ്ടാഗ്, കള്ള ഫാസ്ടാഗ് ഉപയോഗിച്ച്, ഞാനതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല, പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഒരുപക്ഷെ, അതായത് ഫാസ്ടാഗ് ഉപയോഗിക്കേണ്ടത് ട്രക്കുകളിലാണ്. അതെന്തിനാണ്? ആ ഫാസ്ടാഗ് എത്ര ദൂരം സഞ്ചരിച്ചു, എന്തുമാത്രം കോസ്റ്റായി, എന്ത് ഉൽപ്പന്നങ്ങളായിരുന്നു അതിലുണ്ട്, അതൊക്കെ GST പോർട്ടലിൽ അപ്ലോഡ് ചെയ്യും. എന്തിനാണ്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് കിട്ടാൻ വേണ്ടി. അപ്പം അതായത് വെറും കാറില് ട്രക്കിന്റെ ഫാസ്ടാഗ് അറ്റാച്ച് ചെയ്ത് സംസ്ഥാനാന്തര യാത്ര നടത്തി ITC വെട്ടിക്കുന്ന സംഘങ്ങളുണ്ട്. ഡോക്ടർ തോമസ് ഐസക്കിന്റെ തന്നെ അവസാന വർഷ ഭരണത്തില് ധനമന്ത്രിയായിരിക്കെ അദ്ദേഹം പെരുമ്പാവൂർ ബേസ്ഡ് ഒരു പ്ലൈവുഡ് ഇൻഡസ്ട്രി 5 കോടിയുടെ വെട്ടിപ്പ്. പ്ലൈവുഡ് ഇൻഡസ്ട്രി ഇല്ല, അവരുദ്ദേശിക്കുന്ന ഉൽപ്പന്നമില്ല, എത്രയോ പേരുടെ ആധാർ കാർഡ് മോഷ്ടിച്ച് ആ ആധാർ കാർഡ് വെച്ചാണ് ഈ IGSTക്ക് വേണ്ടിയിട്ട് ഇല്ലാത്ത കമ്പനിയുടെ പേരിൽ IGST കളക്ട് ചെയ്യാൻ വേണ്ടി അപ്ലോഡ് ചെയ്തു. GST പോർട്ടലിൽ ഇല്ലാത്ത ആൾക്കാരുണ്ടായിരിക്കാം, പക്ഷെ അവരുടെ ഒന്നും ആധാർ കാർഡ്, അവർ ഈ ബിസിനസ്സുമായിട്ട് ബന്ധമുള്ളവരല്ല. അങ്ങനെ പോർട്ടലിൽ അപ്ലോഡ് ചെയ്തത് കണ്ടുപിടിച്ചു. അപ്പോൾ തന്നെ ഒരു പ്രീസിഡൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ IGSTയിലും GSTയിലും സംഭവിക്കാം. അപ്പൊ ഇത് ട്രാക്ക് ചെയ്യണം. അത് ട്രാക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി, കാര്യക്ഷമതയോടുകൂടി ഗവൺമെന്റ് കരുക്കൾ നീക്കാത്തത് കൊണ്ടാണ് ഈ 25,000 കോടിയുടെ നഷ്ടം വന്നത് അറിഞ്ഞില്ല. അതൊക്കെ പോകട്ടെ, ഈ അടുത്ത നാളിലാണ് 270 കോടിയുടെ നഷ്ടം. എങ്ങനെയാണ് വന്നത്? ആക്രി സാധനങ്ങൾ, കോടിക്കണക്കിന്, ആയിരക്കണക്കിന് കോടിയുടെ ആക്രി സാധനങ്ങൾ ഒരു നികുതിയും അടയ്ക്കാതെ കള്ളത്തരത്തിൽ ചെയ്തതിന്റെ പേരിലാണ് ഇപ്പോ കണ്ടെത്തിയത്. അങ്ങനെ സമസ്ത മേഖലകളിലും അഴിമതി നടത്താൻ സാധ്യതയുണ്ട്. കാരണം നമ്മുടെ GST സമ്പ്രദായം പെർഫെക്റ്റ് ആയിട്ടില്ല. അത് പെർഫെക്റ്റ് ആകാത്തത് കൊണ്ടാണ് ഇത്രയധികം അഴിമതിക്കുള്ള സാധ്യത വരുന്നത്. അപ്പൊ ഇത്തരം നികുതി വെട്ടിയിലൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കാതെയാണ് സർക്കാർ ഉള്ള പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ പോകുന്നത്. അത് കാര്യക്ഷമതയില്ലായ്മയുടെ ഉത്തമ ഉദാഹരണമാണ്. ഇനി വേറൊന്ന്, അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നമ്മൾ കേട്ടത്, മന്ത്രിസഭാ സമിതി രൂപീകരിക്കും. എന്തിനാണ്? നികുതിയേതര വരുമാനങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള തീരുമാനങ്ങൾ എടുക്കാൻ. അപ്പൊ അത് ഒരു നിരീക്ഷണം നടത്തുന്നു എന്ന് പറയുന്നത് ശരിയാണ്. അപ്പൊ എനിക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും അദ്ദേഹത്തിന്റെ സഹമന്ത്രിമാരോടും അഭ്യർത്ഥിക്കുവാനുള്ളത്, നിങ്ങൾ 2011-12 പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് നോക്കുക. അതായത് ഉമ്മൻചാണ്ടി സർക്കാർ കാലത്തെ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി റിപ്പോർട്ട് നമ്പർ 2 2011-12, അതായത് 3ാം പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റിയുടെ 2ാം റിപ്പോർട്ടാണ് 2011-12. ആ റിപ്പോർട്ടിന്റെ 37ാം പേജ് മുതൽ 63ാം പേജ് വരെ, ഞാൻ ആവർത്തിക്കുകയാണ്, 37ാം പേജ് മുതൽ 63ാം പേജ് വരെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ കേരളത്തിലെ നികുതിയിതര വരുമാനം, അതായത് നോൺ ടാക്സ് റവന്യൂ, അതിനെ സംബന്ധിച്ച ഒരു സമഗ്രമായ പഠനമുണ്ട്. ആ സമഗ്രമായ പഠനം എടുത്തു നോക്കി അതിനനുസരിച്ച് മാണി സാറ് നികുതി പിരിവിൽ കാർക്കശ്യം കാണിച്ചതുകൊണ്ട്, അതായത് 2010-11 നികുതിയിതര വരുമാനം വെറും 6% മാത്രമായിരുന്നു കേരളത്തില്. അത് 2013 ആയപ്പോഴേക്കും 13% ഉയർത്താൻ ബഹുമാനപ്പെട്ട മാണി സാറിന് കഴിഞ്ഞു. അത് ആ റിപ്പോർട്ട് അനുസരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ്. ആ റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ സർക്കാരിന് വളരെ എളുപ്പം നികുതിയേതര വരുമാനങ്ങൾ എവിടെയൊക്കെയാണ് തട്ടിത്തടഞ്ഞു നിൽക്കുന്നത്, അതൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിച്ചെടുക്കാൻ കഴിയുന്നത് എന്നതിലേക്ക് വെളിച്ചം വീശുന്നതാണ് ആ റിപ്പോർട്ട്. അതനുസരിച്ച് പോയാൽ വലിയ പണിയൊന്നും ചെയ്യാതെ, അതായത് 36 വളരെ പ്രധാനപ്പെട്ട നികുതിയേതര വരുമാന മേഖലകളുണ്ട്. ആ 36 മേഖലയിലും വേണ്ട രീതിയിൽ ശ്രദ്ധിച്ചാല്, ഇപ്പൊ ഉദാഹരണം ഫീസുകളുടെ കാര്യം തന്നെ ഒന്ന് എടുക്കാം നമുക്ക്. അതായത് സ്വാശ്രയ മെഡിക്കൽ കോളേജസ് തുടങ്ങിയ സമയത്ത് സ്വാശ്രയത്തിൽ എത്ര മെഡിക്കൽ ഫീസ് വാങ്ങണം, അതുപോലെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജുകളിലും എയ്ഡഡ് സെക്ടർ എഞ്ചിനീയറിംഗ് കോളേജിൽ എത്ര മേടിക്കണം,
എന്ന് പഠിക്കാൻ വേണ്ടി മുഹമ്മദ് ഷാ എനിക്ക് തോന്നുന്നു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്തു. കമ്മിറ്റി പറഞ്ഞ അന്ന് തീരുമാനിച്ച തരത്തിലുള്ള 25,000 രൂപ മെഡിക്കൽ ഫീസ്, അതുപോലെ എഞ്ചിനീയറിംഗിന് ഓരോ മേഖലകളുടെയും ഫീസ്, അതേ സമയത്ത് 1 ലക്ഷമായിരുന്നു സ്വാശ്രയത്തിന് നിശ്ചയിച്ചത്. സ്വാശ്രയ മെഡിക്കൽ കോളേജൊക്കെ എത്ര 20 ലക്ഷം, അതിനേക്കാൾ കൂടി 1 കോടി എന്ന രീതിയിലൊക്കെ ഫീസ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കോടതി ഇടപെട്ട് തന്നെ വലിയ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതേ സമയത്ത് അന്ന് ഫിക്സ് ചെയ്ത ഫീസാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്ന എയ്ഡഡ് സെക്ടറിലും. അതിലൊരു ഹൈക്ക് ഉണ്ടാക്കിയാൽ തീർച്ചയായിട്ടും അത് ഒരിക്കലും തെറ്റല്ല. അത് മാത്രമല്ല, അതിലൊരു ഹൈക്ക് ഉണ്ടാക്കുമ്പോൾ, ഒരു വർധനവ് വരുത്തുമ്പോൾ തന്നെ SC ST പാവപ്പെട്ട കുട്ടികൾ അവരുടെയൊക്കെ ഇൻകം നോക്കി ഇളവ് കൊടുക്കുകയും ചെയ്യാവുന്ന. അപ്പൊ നീതി നിർവഹണത്തോടു കൂടി തന്നെ വരുമാന സമാഹരണം വർദ്ധിപ്പിക്കാൻ കഴിയുന്ന ഒരു മാർഗമാണ് അത്. അതുപോലെ മറ്റൊന്നുണ്ട്, ഡയഗ്നോസ്റ്റിക് സർവീസസ്. ഏത് തരത്തിലുള്ള പരിശോധന, എല്ലാ തരം പരിശോധനയ്ക്കും സർക്കാർ ലബോറട്ടറികളിൽ മേടിക്കുന്നത് പുറത്ത് മേടിക്കുന്നതിന്റെ 10% മുതൽ 40% വരെയാണ്. അതിൽ ഇത്തിരി മാറ്റം വരുത്താം. അതിലൊരു സ്വല്പം മാറ്റം വരുത്തിയാൽ തന്നെ വലിയ മാറ്റം ഉണ്ടാകും. അതുപോലെ അലക്സാണ്ടർ ജേക്കബ് DGP ആയി, ജയിൽ DGP ആയിരുന്നപ്പോൾ ചിക്കനും ചപ്പാത്തിയും വിറ്റ് ഉണ്ടാക്കിയ വരുമാനം ഞങ്ങളുടെ ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ നോൺ ടാക്സ് റവന്യൂ റിപ്പോർട്ടില്. അതുപോലെ എത്ര ജയിലുകളാണ് നമുക്കിവിടെ ഉള്ളത്? 3 സെൻട്രൽ ജയിലുകളുണ്ട്, നിരവധി സബ് ജയിലുകളുണ്ട്. ഈ ജയിലുകളിലൊക്കെ ഇഷ്ടം പോലെ വസ്തുക്കളുണ്ട്. അവിടെയൊക്കെ അവരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കണം, അവരെ കൊണ്ട് മൈക്രോ എന്റർപ്രൈസസ് നടത്തിക്കണം. അങ്ങനെ വരുമ്പോഴത്തേക്കും പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ജീവിക്കാൻ, കൊള്ളത്തരത്തിനും കള്ളത്തരത്തിനും പോകാതെ ജീവിക്കാൻ ഒരു മാർഗമായി. അതുപോലെ ഫോറസ്റ്റ്, മുട്ടിൽ മരമുറിയും രത്നഗിരി മരമുറിയും നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. ഈ കള്ള മരമുറിയൊക്കെ അവോയ്ഡ് ചെയ്തിട്ട് ഫോറസ്റ്റിലെ റവന്യൂ വർദ്ധിപ്പിക്കാനുള്ള 100 മാർഗങ്ങൾ ഞങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ക്വാറി മാഫിയ. ക്വാറി മാഫിയ തളയ്ക്കാൻ പറ്റിയാൽ തന്നെ കേരളം കടക്കണിയിൽ നിന്ന് അന്ന് രക്ഷപ്പെടും. ഇപ്പോ ക്വാറി മാഫിയ ആർക്കൊക്കെയാണ് കൊടുക്കുന്നത്? ഒരുപാട് കഥകൾ എനിക്കറിയാം ക്വാറി മാഫിയയെ പറ്റി. പക്ഷെ ഞാൻ ഇപ്പൊ അതൊന്നും അനാവരണം ചെയ്യുന്നില്ല. ക്വാറി നടക്കുന്ന ലോക്കൽ പോലീസുമായിട്ട്, രാഷ്ട്രീയ പാർട്ടികളുമായിട്ട്, എല്ലാവരുമായിട്ട് ഗൂഢ ലക്ഷ്യങ്ങളും വെച്ച് പ്രവർത്തനങ്ങളും ഉണ്ട്. അങ്ങനെയാണ് സർക്കാരിന്റെ പണം പോകുന്നു, ക്വാറി ഇല്ലാതെയാകുന്നു, അങ്ങനെ പരിസ്ഥിതി മോശമാകുന്നു. പക്ഷെ സർക്കാർ ഖജനാവ് ശോഷിച്ച് തന്നെ ഇരിക്കുന്നു. ആ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ഞങ്ങളുടെ ആ റിപ്പോർട്ട് എടുത്തു നോക്കിയിട്ട് അതിനകത്ത് ഞങ്ങൾ പറഞ്ഞിരിക്കുന്ന ഒരു ലോഡ് ക്വാറിക്ക് ഒറ്റ പാസ്, ആ പാസ് അതോടെ ലാപ്സ് ആകണം. അടുത്ത ലോഡ് കല്ല് ഇറക്കണമെങ്കിൽ അടുത്ത പാസ് എടുക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു ലോഡ് കല്ല് പോലും അനധികൃതമായിട്ട് കടത്തിക്കൊണ്ടു പോകില്ല. കടത്തിക്കൊണ്ടു പോകുന്ന ഓരോ ലോഡ് കല്ലിന്റെയും വിഹിതം സർക്കാർ ഖജനാവിൽ എത്തിച്ചേർന്നിരിക്കും. ഡിജിറ്റൽ ആണ് എന്ന് പറഞ്ഞാൽ പോരാ, അത് പ്രാവർത്തികമാക്കാനും കൂടി ശ്രമിക്കണം. അങ്ങനെ ഗവൺമെന്റ് പ്ലാൻ ബിയിലേക്ക് പോകുന്നതിന് മുൻപ്, അല്ലെങ്കിൽ പ്ലാൻ ബിയിൽ പെട്ടതാണ് ഇത് എങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ആ നോൺ ടാക്സ് റവന്യൂ സോഴ്സസ് ഒന്ന് നോക്കുക. ഈ വകുപ്പ് മാറ്റല്, CAGയുടെ റിപ്പോർട്ട് എടുത്തു നോക്കിയാൽ മുഴുവനും വകമാറ്റലാ പറഞ്ഞിരിക്കുന്നത്. വകമാറ്റലും അതുപോലെ ഒരുപാട് തിരിമറികളുടെ കഥയാണ് CAG റിപ്പോർട്ട് പറയുന്നത്. അതൊക്കെ ഒന്ന് നോക്കി പരിശോധിച്ച് സർക്കാർ സർവീസിനെയും എയ്ഡഡ് സെക്ടർ സർവീസിനെയും നിലയ്ക്ക് നിർത്തി കാര്യക്ഷമത വർദ്ധിപ്പിക്കാൻ പറ്റുമെങ്കിൽ പ്ലാൻ ബിയിലേക്ക് പോകേണ്ട ബഹുമാനപ്പെട്ട സർക്കാരെ നേരെ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നതിന്റെ ഇരട്ടി കാര്യങ്ങൾ നടത്താനുള്ള റവന്യൂ സമാഹരണം ഇവിടെ നിന്ന് തന്നെ സാധ്യമാണ്. പാവപ്പെട്ടവരിൽ നികുതി ഭാരം അടിച്ചേൽപ്പിക്കാതെ ഈ പറയപ്പെട്ട സാമൂഹ്യ സുരക്ഷാ പെൻഷനൊക്കെ കൃത്യമായിട്ട് കൊടുക്കാനുള്ള സാധ്യതകൾ ഈ നാട്ടിൽ തന്നെ ഇപ്പോൾ തന്നെ നിലനിൽക്കുന്നു. കണ്ടില്ലെന്ന് നടിക്കരുത്, കണ്ടെന്ന് വരുത്തുകയും കൃത്യമായിട്ട് അത് സമാഹരിക്കുകയും ചെയ്യുക.